ഒന്ന് തുറക്കാൻ നിന്റെ കൈകൾക്ക് ഭാഗ്യം കിട്ടാത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതിലൊരു ഹർഫ് നോക്കണേ ഉപ്പാ. സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഉമ്മ ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഉമ്മ ജീവിച്ചിരിക്കുന്നവര് ഭാഗ്യവാന്മാരാ. ഉമ്മയെ തള്ളിപ്പറയല്ലേ, ഉമ്മയെ അവഗണിക്കല്ലേ, മാതൃത്വത്തിന് വില കൊടുക്കണേ, മാതൃത്വത്തിന് തള്ളിപ്പറയല്ലേ, ഉമ്മയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടല്ലേ, ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയല്ല ഉപ്പ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. വീണ്ടും പ്രവാചകൻ പറയാ, സംസം വെള്ളത്തിൽ നോക്കിയാൽ സദഖയുടെ പ്രതിഫലമാ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, നിങ്ങളുടെ ഇമാമിങ്ങളുണ്ടല്ലോ, സയ്യിദന്മാരുണ്ടല്ലോ, ജഫ്നി മുത്തുക്കോയ തങ്ങളെ പോലെ സമസ്ത എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്യരായ തങ്ങളുടെ മുഖമുണ്ടല്ലോ, സാദാത്യങ്ങളുടെ മുഖമുണ്ടല്ലോ, നോക്കിയാൽ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ഹജ്ജ് ചെയ്തവരുണ്ടാകുമല്ലോ, ഉംറ ചെയ്തവരുണ്ടാകുമല്ലോ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, അല്ലാഹുവേ എന്ത് വലിയ മനോഹരമാ. ഭൂമിയിൽ ഒരു നാടിനും ഇത്രയും സൗന്ദര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ കഅബയുണ്ടല്ലോ, ആ കഅബയിൽ നോക്കിയാൽ സദഖയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ ഖുർആനിലെ അല്ലാഹു നരകത്തെ കുറിച്ച് പറയുന്നത്, ഒന്ന് കരയണം പ്രിയപ്പെട്ടവരെ. ഭാര്യ കുറ്റം പറയുമ്പോൾ അല്ല കരയേണ്ടത്. ഉസ്താദേ, എന്റെ ഭാര്യ പറഞ്ഞ അനുസരിക്കുന്നില്ല, എനിക്കെന്നും കഷ്ടപ്പാടാ, അതിനു വേണ്ടി കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇത് ദുനിയാവല്ലേ, ദുനിയാവ് ഇന്നോ നാളെ തീരും. നാളെ ആരുണ്ട്, ഞാനുണ്ടോ, നിങ്ങളുണ്ടോ, ആരുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് കരയും. ആ ഖുർആൻ എടുത്തു വെച്ചിട്ട്, റബ്ബേ, എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. യൂട്യൂബിന്റെ കാലമാണ് ഇന്ന്. എത്ര തരത്തിലുള്ള പ്രഭാഷകരാ, എത്രയോ പ്രഭാഷകന്മാരാണ്. വലുതും ചെറുതുമായ പ്രഭാഷകരുടെ ലോകമാണ്. കാര്യങ്ങൾ, ഖുർആൻ ഓതുന്ന കാര്യങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള, ഏതെല്ലാം ശൈലിയിലുള്ള ഖിറാഅത്തുകൾ പഠിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേജ് ഓതിയിട്ടല്ലാതെ ഞാൻ കിടക്കുകയില്ല എന്ന് തീരുമാനിച്ച സഹോദരങ്ങളൊന്ന് കൈവക്കി. ഒരു ദിവസം ഞാൻ ഒരു പേജെങ്കിലും ഓതും എന്ന് ആഗ്രഹം, ഓതണമെന്ന് ആഗ്രഹമുള്ള സഹോദരങ്ങളൊന്ന് കൈവക്കി. അല്ലാഹു പടച്ചവനെ, ഈ കൈമുക്കിയവർക്കെല്ലാം അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഓതാൻ അറിയാത്തവരുണ്ടാകുമല്ലോ. ആ ഖുർആനിലേക്ക് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് നോക്കിയിരിക്കും എന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കെ. ആ ഖുർആനിലേക്ക് ഒരു 10 മിനിറ്റ് എന്റെ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൈവക്കെ. ഓതാൻ അറിയുന്നവർ, ഓതാൻ അറിയാത്തവർ എല്ലാവരും കൈവക്കെ. ആ ഖുർആനിലൊന്ന് നോക്കാൻ അല്ലാഹുവേ എനിക്ക് ഭാഗ്യം തരണേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ ഖുർആനിന്റെ വാഹകരായി ആ ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നിലയിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.